ഹലോ, വെൽക്കം ടു ലൈഫ് ടൈം ജെംസ്. ഞാൻ ഇന്നൊരു സ്നാക്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാട്ടോ വന്നത്. ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ചിക്കൻ പൊക്കോട. അത് ഞാൻ എൻ്റേതായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഉണ്ടാക്കുന്നതിലും വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതൊന്ന് പറയണേ. ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിരിക്കുന്നത്, അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് അതരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ച എല്ലില്ലാത്ത ചിക്കൻ്റെ പീസാണേ. അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതോടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ഒരേ അളവിൽ കടലപ്പൊടിയും മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്തത് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ച ആ വെള്ളമില്ലേ, അത് ഞാൻ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി വേണമെങ്കിൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടാവട്ടെ. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മിക്സ് ഞാൻ ഇവിടെ സ്പൂണാണ് എടുത്തത്. അപ്പോൾ ഓരോ സ്പൂണായിട്ട് എടുത്തിട്ട് ആ ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അധികം ഓയിൽ എടുത്തിട്ടില്ല കേട്ടോ. അധികം ഓയിലില്ലാത്തത് കൊണ്ട് നമുക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ പൊക്കോട ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പൊക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മഴയത്ത് നല്ല ചൂട് കട്ടൻ്റെ കൂടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊക്കോട അടിപൊളിയായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.